പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ കൃപയാൽ കർത്താവ് വീണ്ടും നമുക്ക് ഈ നിലയിൽ ദൈവത്തിൻ്റെ വചനവുമായി സന്ധിക്കുവാനായിട്ട് കർത്താവ് തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എപ്പോഴും ദൈവത്തിൻ്റെ വചനം കേൾക്കുക എന്നുള്ളത് ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട കാര്യമാണ്. ദൈവത്തിന് ഇന്ന് നമ്മളോട് സംസാരിക്കാനുള്ളതെല്ലാം തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്നത്. അപ്പം തിരുവചനം അറിയുക എന്നുള്ളത് തന്നെ എത്ര ഭാഗ്യകരമായൊരവസ്ഥയാണ്. ഇതിലൂടെ നമുക്ക് സ്വർഗീയമായ അറിവ്, ജ്ഞാനം വർദ്ധിക്കുക. ഓരോ ദിവസവും നമുക്ക് ദൈവവചനം കേട്ട് അത് നമ്മുടെ ഹൃദയത്തിൽ ഹൃദ്യസ്ഥമാക്കാൻ കഴിഞ്ഞാൽ കർത്താവിനെ സാധിപ്പിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ നമുക്കിടയായിത്തീരും. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് മരണാനന്തര ജീവിതത്തിൽ ഒരു വിശുദ്ധന്റെ മരണം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിന്റെ മരണത്തെ സംബന്ധിച്ച 12 കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാണ് ഒരു വിശുദ്ധന്റെ ജീവിതം. മരണമെന്നുള്ളത് ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രമോഷനാണ്. വളരെ ആനന്ദപ്രദമായൊരു കാര്യമാണ്. മരിക്കുന്ന ആ വ്യക്തിക്ക് നിത്യ സൗഭാഗ്യങ്ങളിലേക്കുള്ള പ്രവേശനമാണ്. അത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ സന്തോഷപ്രദമായ അനുഗ്രഹീതമായ മറ്റൊരവസ്ഥയില്ല. എത്ര ഭാഗ്യം! നമ്മളത് കണ്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദൈവമില്ലാതെ, ഈ രക്ഷയുടെ അനുഭവമില്ലാതെ പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് ക്രിസ്തുവിൽ മരിച്ച വ്യക്തിയെക്കുറിച്ചും, ഇന്ന് ക്രിസ്തുവിനെ കൂടാതെ, ദൈവത്തെ കൂടാതെ, പാപമോചനം ലഭിക്കാതെ, രക്ഷിക്കപ്പെടാതെ മരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം നിത്യതയോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണെന്ന് വളരെ സ്പഷ്ടമായിട്ട് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് എത്ര നല്ല കാര്യമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട നമുക്ക് മറ്റുള്ളവരോട് ഈ സുവിശേഷം പറയുവാനും അവരെയും ഈ രക്ഷയിലേക്ക് നടത്തുവാനുമുള്ള ഒരു വലിയ കടപ്പാട് നമുക്കുണ്ട്. അത് നാം ഒരിക്കലും മറക്കരുത്. കാരണം ഈ രക്ഷയുടെ അനുഭവത്തിൽ വരാതെ, ക്രിസ്തുവിലായിത്തീരാതെ മരിക്കുന്ന ഒരു വ്യക്തി എത്ര ഭയങ്കരമായ നിത്യാഗ്നിയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ നിത്യത എത്ര ഭയാനകമായിരിക്കുമെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കേണ്ടത് അത് ഇതറിഞ്ഞ നമ്മുടെ കർത്തവ്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിയുടെ 7 അവസ്ഥകളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ അതിന് ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ദുഷ്ടൻ അല്ലെങ്കിൽ പാപി, അവന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല എന്നുള്ളതാണ്. ഒരു പാപിയുടെ മരണത്തിൽ, അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന്, അത് വളരെ ദൈവത്തിന് സന്തോഷപ്രദമാണ്, ദൈവം ആനന്ദിക്കുന്നൊരു കാര്യമായിരുന്നു. എന്നാൽ ഒരു പാപി, ഒരു ദുഷ്ടൻ, അവൻ ആ നിലയിൽ മരിക്കുമ്പോൾ ദൈവത്തിന് യാതൊരു പ്രസാദവുമില്ല, ദൈവത്തിന് യാതൊരു സന്തോഷവുമില്ല. ഞാൻ ചില വാക്യങ്ങൾ, ഒരുപാടുണ്ടെങ്കിൽ ഞാൻ ചില വാക്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിക്കാം. യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 33-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഞാൻ വായിക്കാം. എന്നാണ് ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അപ്പോൾ ദുഷ്ടൻ ദുഷ്ടതയിൽ മരിക്കുന്നതിൽ ദൈവത്തിന് ഇഷ്ടമില്ലെന്നാണ് പറഞ്ഞത്. നോക്കുക, അവനാ ദുഷ്ടത വിട്ട് മനം തിരിഞ്ഞാലാണ് ദൈവത്തിന് സന്തോഷം. അപ്പോൾ ദുഷ്ടന്റെ മരണത്തിൽ, ആ ദുഷ്ടതയിൽ, പാപത്തിൽ മരിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് എത്രയോ പേര് കർത്താവിനെ കൂടാതെ ഈ ലോകം വിട്ടു പോയിക്കൊണ്ടിരിക്കുക. എത്ര ദുഃഖകരമായൊരവസ്ഥയാണ്. കാരണം അവർക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധ്യമില്ല. അതേ യെഹെസ്കേൽ 18-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം കൂടി ഞാൻ ഒന്ന് വായിക്കാം. യെഹെസ്കേൽ 18-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? ഒരു ചോദ്യമാണ്. അതിന്റെ ആദ്യ ഭാഗം മാത്രമേ ഞാൻ വായിച്ചത്. ശ്രദ്ധിക്കുക, ദൈവം ചോദിക്കുകയാണ്, ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? ഇല്ല പ്രിയമുള്ളവരെ,
ദൈവഹൃദയത്തിന് ഭയങ്കര വേദനയാണ്. കാരണം സകല മനുഷ്യർക്കും വേണ്ടി ദൈവം രക്ഷ ഒരുക്കിയിട്ടുണ്ട്. അത് രക്ഷദാനമാണ്. എന്നിട്ടും ഈ ദാനമായി ലഭിക്കുന്ന ഇത്ര വലിയ രക്ഷ അത് സ്വന്തമാക്കാതെ ഒരു വ്യക്തി മരിക്കുന്നത് ദൈവത്തിന് എങ്ങനെ സഹിക്കാൻ കഴിയും? അപ്പോൾ ആ നിലയിൽ അവരെ തന്നെ പാപത്തിന് അവരെ തന്നെ വിറ്റുകളയുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിന് എന്ത് ദുഃഖമാണ്. ഒരു പാപി പോലും മരിക്കരുതെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതുകൊണ്ട് ഈ രക്ഷ പ്രാപിക്കുവാനായിട്ട് നാം ആ സത്യത്തെ വിശ്വസിച്ച് അംഗീകരിച്ചാൽ മാത്രം മതി. എന്നാൽ ഈ ലോകത്തിന്റെ ദൈവമായ പിശാച് അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുന്നു എന്ന് നമ്മൾ 2 കൊരിന്ത്യർ 4:4 വായിക്കുന്നുണ്ട്. ഈ വചനം കേൾക്കുമ്പോൾ ഈ വചനം വിശ്വസിക്കാതിരിക്കുവാൻ, ഇതിലെ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കാതിരിക്കുവാൻ അവിശ്വാസികളുടെ ഹൃദയത്തെ, പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഈ വചനത്തെ ദൈവത്തിന്റെ വചനമാകിയാൽ അത് സത്യവചനമായി നമ്മൾ കേട്ട് അനുസരിക്കേണ്ടവരല്ലേ? അത് വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ടതല്ലേ? അങ്ങനെ ചെയ്തില്ല എങ്കിൽ എത്ര ദുഃഖകരമായൊരവസ്ഥയാണ്. അപ്പം ദൈവം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അല്പമെങ്കിലും താല്പര്യം ഇല്ല. അപ്പോൾ ഇവിടെ ഒന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത് ദുഷ്ടന്റെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല, താല്പര്യമില്ല എന്നുള്ളതാണ്. അതിൽ ദൈവത്തിന് യാതൊരു സന്തോഷവുമില്ല. ഇതാണ് ദുഷ്ടന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവന്റെ മരണത്തോടുകൂടി അവന്റെ പ്രതീക്ഷകളെല്ലാം നശിക്കും. നമ്മൾ സദൃശ്യവാക്യം 11-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ, സദൃശ്യവാക്യം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷ നശിക്കുന്നു. കണ്ടോ? അപ്പം നമുക്കറിയാം, പലരുടെയും ധാരണ എന്നാ അറിയോ? ഞാൻ അങ്ങനെ വലിയ മോശമായ പുള്ളിയൊന്നും അല്ല, ഞാൻ അങ്ങനെ എത്തുമ്പോൾ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോവാം എന്നൊക്കെ കരുതി ദൈവം ഒരുക്കിയ ഇത്ര വലിയ രക്ഷയെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങളുടേതായ പാതയിൽ ജീവിക്കുമ്പോൾ അവരെക്കുറിച്ച് ദൈവത്തിന് പറയാനുള്ളത്, അവർ മരിക്കുമ്പോൾ അവരുടെ പ്രതീക്ഷകളൊക്കെ നശിക്കുന്നു. പ്രതീക്ഷ നശിക്കുന്നു. നമ്മൾ അവിടെ കണ്ട എന്തുവാ? മരണത്തിൽ അവന് പ്രത്യാശയുണ്ടെന്ന്, അവന് പ്രതീക്ഷയുണ്ട്. എന്നാൽ ഇവിടെ ദുഷ്ടൻ മരിക്കുമ്പോൾ അവന് യാതൊരു പ്രതീക്ഷയില്ല. നമുക്കറിയാം, ദൈവമില്ലാത്തവർ മരിക്കുന്ന അനുഭവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ വേദനാജനകമാണ്. പ്രത്യേകിച്ചും നിരീശ്വരവാദികളായിട്ടുള്ള ജനങ്ങളുടെയൊക്കെ മരണം സഹിക്കാൻ പറ്റിയില്ല. മറ്റ് പാപത്തിൽ ജീവിക്കുന്ന ചില അങ്ങനെയുള്ളവരുടെ മരണത്തെയൊക്കെ നേരിൽ കാണുവാനായിട്ട് അവരുടെ മരണസമയത്ത് എനിക്കിടയായിട്ടുണ്ട്. വളരെ വേദനാജനകമായിരിക്കുന്ന ഒരു മരണമാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് ഈ സത്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് കേൾക്കാനോ അനുസരിക്കാനോ മനസ്സില്ല. അപ്പോൾ തിരുവചനം പറയുന്നു, ദുഷ്ടൻ മരിക്കുമ്പോൾ അവന്റെ പ്രതീക്ഷകൾ നശിക്കുന്നു, ഇല്ലാതായിത്തീരുന്നു. നോക്കുക, മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ, ഇയ്യോബ് അതിന്റെ 18-ാം അധ്യായം, വളരെ ഗഹനമായ ചില വിഷയങ്ങൾ അതിനകത്തുണ്ട്. 18-ാം അധ്യായത്തിന്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് അവന്റെ ഓർമ്മ കൂടെ ഇല്ലാതെ അവൻ നശിച്ചു പോകുന്നുവെന്ന്. അവന്റെ ഓർമ്മ കൂടെ ഇല്ലാതെ നശിച്ചു പോകുന്നു. ഞാൻ അതിന്റെ ആ ഭാഗങ്ങളൊക്കെ വായിക്കാം. 18-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. അത് അവന്റെ ദേഹാംഗങ്ങളെ തിന്നുകളയും, മരണത്തിന്റെ കടിഞ്ഞൂൽ അവന്റെ അവയവങ്ങളെ തിന്നുകളയും. അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്നും അവൻ വേർ പറഞ്ഞു പോകും. ഘോര രാജാവിന്റെ അടുക്കിലേക്ക് അവനെ കൊണ്ടുപോകും. അവന് ഒന്നുമാകാത്തവർ അവന്റെ കൂടാരത്തിൽ വസിക്കും. അവന്റെ നിവാസത്തിന്മേൽ ഗന്ധകം പെയ്യും. കീഴെ അവന്റെ വേർ ഉണങ്ങിപ്പോകും. മേലെ അവന്റെ കൊമ്പ് വാടിപ്പോകും. അവന്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും. തിരുവീതിയിൽ അവന്റെ പേർ ഇല്ലാതാകും. അവനെ വെളിച്ചത്തു നിന്നും ഇരുട്ടിലേക്ക് തള്ളിയിടും. ഭൂതലത്തിൽ നിന്നും അവനെ ഓടിച്ചു കളയും.
സ്വജനത്തിൽ അവന് പുത്രനോ പൗത്രനോ ഇല്ലായിരിക്കും. അവന്റെ പാർപ്പിടം അന്യന് പോകും. പശ്ചിമവാസികൾ അവന്റെ ദിവസം കണ്ട് വിസ്മയിക്കും. പൂർവ്വദിക്വാസികൾക്ക് നടുക്കം പിടിക്കും. നീതികെട്ടവന്റെ വാസസ്ഥലം ഇങ്ങനെയാകുന്നു. ദൈവത്തെ അറിയാത്തവന്റെ ഇടം ഇവണ്ണം തന്നെ. എത്ര ഭയങ്കരമാണ്! വളരെ വിശാലമായ സംഭവങ്ങളാണ്. ഞാൻ അതിന്റെ 17-ാം വാക്യം ഒരിക്കലും വായിക്കാം. 18-17. അവന്റെ ഓർമ്മ ഭൂമിയിൽ നിന്നും നശിച്ചു പോകും. ഉണ്ടോ? അവന്റെ ഓർമ്മ ഭൂമിയിൽ നിന്നും നശിച്ചു പോകും. ദുഷ്ടന്റെ മരണം എത്ര വേദനാജനകവും നിന്ദിതവുമാണ് എന്ന് നമ്മൾ കാണണം. നോക്കുക. അപ്പോൾ ഇതാണ്. അപ്പോൾ ആവിയുടെ മരണത്തിൽ 1, ദൈവത്തിന് പ്രസാദമില്ല. 2, അവന്റെ പ്രതീക്ഷകൾ നശിക്കുന്നു. 3, അവന്റെ ഓർമ്മ കൂടെ ഇല്ലാതെ നശിച്ചു പോകുന്നു. 4-ാമത്തെ കാര്യം, ഇതിനെക്കുറിച്ച് മറ്റു ഭാഗങ്ങളിലുണ്ട്. ഞാൻ 1-2 ഭാഗം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. പിന്നെ 34-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യം ഓർമ്മയിൽപ്പെടുത്താം. അതിന്റെ 16, ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്നും ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. എത്ര ദുഃഖകരമായൊരു അനുഭവം അല്ലേ? ചിന്തിക്കണേ. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്നും ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. അതാണ് ഒരു ദുഷ്ടനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിന് എന്ത് വേദന ഉണ്ടാകും. അതേ കാര്യം തന്നെ നമ്മൾ 37-ാം അധ്യായത്തിലും, സങ്കീർത്തനം തന്നെ 37-ാം അധ്യായം അതിന്റെ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതും ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിന്റെ 9 മുതൽ 20 വരെ. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും. യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല. നീ അവന്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നിട്ട് പിന്നെ പറയുന്നത് അതിന്റെ 12-ാം വാക്യം. ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു. കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവന്റെ ദിവസം വരുന്നുവെന്ന് അവൻ കാണുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ വായിക്കാൻ കഴിയുന്നത് അതിന്റെ 14-ാം വാക്യത്തിന്റെ ബി പാർട്ട്. ദുഷ്ടന്മാർ വാളൂരി വില്ലു കുലച്ചിരിക്കുന്നു, അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. യഹോവ നിഷ്കളങ്കന്മാരുടെ നടുവിൽ നാളുകൾ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. എന്നിട്ട് അവസാനം പറയുകയാണ്, എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും. അപ്പോൾ ഇവിടെ അവരെ കുറിച്ച് പറയുന്നത് ദുഷ്ടന്മാർ നശിച്ചു പോകും. യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിന്റെ ഭംഗി പോലെയുള്ളൂ, അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. കണ്ടോ? ഇതാണ് ദുഷ്ടന്മാരുടെ അന്ത്യം. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ഓർമ്മ കൂടെ നശിച്ചു പോകുന്ന ഒരു അനുഭവമാണ് ദുഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം തിരുവചനം പറയുന്നത്. ഇനിയും നമ്മൾ 4-ാമത്തെ ഒരു സവിശേഷത നോക്കിക്കഴിഞ്ഞാൽ അവര് നിത്യശിക്ഷാവിധിക്ക് പാത്രമാകും. ദുഷ്ടന്മാർ നിത്യശിക്ഷാവിധിക്ക് പാത്രമാകും. നമ്മൾ 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിന്റെ 6 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്നും അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും തങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. വാസ്തവത്തില് ദൈവത്തെ കൂടാതെ, ദൈവഹിതം അന്വേഷിക്കാതെ, സ്വന്തം ഹിതത്തിൽ
സ്വന്തം വഴിയിൽ ജീവിക്കുന്നവർക്ക് വരാൻ പോകുന്ന വിപത്ത് എത്ര ഭയാനകമാണ്. സുവിശേഷം കേട്ട് അനുസരിക്കാത്ത സുവിശേഷം, നല്ല വിശേഷം, ദൈവത്തിൻ്റെ നല്ല വചനം അത് കേട്ട് അനുസരിക്കാത്തവർക്ക് വരുന്ന ഭയങ്കരമായ വിപത്തിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് ദാനിയേൽ പ്രവചനം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ, ദാനിയേൽ 12:2, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. നിത്യനിന്ദ ദുഷ്ടന് ലഭിക്കുവാൻ പോകുന്നത് നിത്യനിന്ദയാണെന്ന്. നിത്യതയാ പ്രിയമുള്ളവരെ. മരണാനന്തരം പിന്നെ നിത്യതയാ, 2 നിത്യതയാണ്. ഒന്നുകിൽ നമ്മൾ ദൈവത്തോടു കൂടെ നിത്യമായിരിക്കുന്ന ആ സ്വർഗീയ ആനന്ദത്തിൽ, പുതിയ യെരൂശലേമിൽ ദൈവത്തിനോട് കൂടെയുള്ള ആ കൂടാരത്തിൽ നമ്മൾ വസിക്കുന്ന ഒരു നിത്യവാസം, ഇല്ലെങ്കിൽ നിത്യമായ നരകം. അതിനെക്കുറിച്ച് കർത്താവ് തന്നെ പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം, മത്തായി 25:46 വാക്യം, മത്തായി 25-ാം അധ്യായം അതിന്റെ 46, അവർ നിത്യജീവനിലേക്കും, നീതിമാന്മാര് നിത്യജീവനിലേക്കും പാപികൾ നിത്യ ദണ്ഡനത്തിലേക്കും, അവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പോകും. ഉണ്ടോ? അപ്പോൾ അവരെങ്ങോട്ടാണ് പോകുന്നതെന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. നിത്യദണ്ഡനം, അവിടെ അവർക്ക് ദണ്ഡനമുണ്ട്, നരകത്തിൽ ദണ്ഡനമുണ്ട്. അവർ നിത്യദണ്ഡനത്തിലേക്ക് പോകും. നോക്കുക, ഇത് ഭയപ്പെടുത്തുവാൻ പറയുന്നതല്ല, ദൈവവചനം പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാ പ്രിയമുള്ളവരെ. ഇത് കേട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ എത്ര അനുഗ്രഹമായിരിക്കും. അപ്പോൾ 5-ാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത്, ഭാവിയുടെ നിത്യ പാർപ്പിടം അത് പാതാളങ്ങളുടെ പാർപ്പിടമായിരിക്കുന്ന. നമ്മൾ സങ്കീർത്തനം 49-ാം അധ്യായം, സങ്കീർത്തനം അതിൻ്റെ 49-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 14 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ, ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറയായും നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു, എന്നാൽ മനുഷ്യർ ബഹുമാനത്തിന് നിലനിൽക്കുകയില്ല. അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു. അപ്പോൾ ഇവിടെ വായിക്കുന്നത് കണ്ടോ, അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു, മൃത്യു അവരെ മേയിക്കുന്നു. നേരെയുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും, അവരുടെ രൂപം ഇല്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടം. നോക്കുക, പാതാളം അവരുടെ പാർപ്പിടം. അപ്പോൾ ഈ ഭയങ്കരമായിരിക്കുന്ന ഈ പാതാളത്തിൽ ഇപ്പം മരിച്ചാൽ ഉടനെ തന്നെ അവർ എങ്ങോട്ടാ പോകുന്നേ? പാതാളത്തിലേക്കാണ് പോകുന്നത്. നിൽക്കണം. അതാണ് ഒരു പാപിയുടെ 5-ാമത്തെ അവസ്ഥ. 6-ാമത്തെ അവസ്ഥ, ഈ പാതാളത്തിന് തന്നെ പറയുന്ന ഒരു സ്ഥലം യാതനാസ്ഥലം എന്നാണ്. അതാ ഈ 6-ാമത്തെ പ്രത്യേകത. നോക്കണം, മരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ അവരനുഭവിക്കാൻ പോകുന്നത് എന്തുവാണ്? യാതന. നമ്മൾ കഴിഞ്ഞ ദിവസം ധനവാനും ലാസറും എന്നുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഞാൻ ഒന്നുകൂടെ അതിൻ്റെ ആ വാക്യം മാത്രം ഇതിനോടുള്ള ബന്ധത്തിൽ പറയാം. അതിൻ്റെ 16-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യം. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്കുക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ഓ, എത്ര വേദനാജനകമായ ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്താ തോന്നുന്നത് പ്രിയമുള്ളവരെ? ഈ ധനവാൻ ഒരിക്കൽ പോലും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും
ഈ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഞാൻ ഒരുങ്ങേണ്ടത് എൻ്റെ കർത്തവ്യമാണെന്നുള്ളത് ചിന്തിച്ചിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനം തൻ്റെ ഭവനത്തിലുണ്ട്, അത് താനെന്ത് വായിച്ചത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതനുസരിച്ചൊന്ന് ജീവിതത്തെ ക്രമീകരിച്ചിരുന്നെങ്കിൽ ഈ വേദനയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ധനവാനായതുകൊണ്ടല്ല ഈ യാതനാ സ്ഥലത്ത് പോയതെന്ന് അന്ന് നമ്മൾ കാണുകയുണ്ടായി. എന്നാൽ ആ ധനം കൊടുത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവൻ മറന്നുപോയി. ആ ധനം അവൻ അവൻ്റേതായിരിക്കുന്ന അഭിലാഷങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായി തീർന്നു. അതിൻ്റെ ഫലമായിട്ട് ദൈവത്തിൻ്റെ വ്യവസ്ഥയെ മറന്ന് തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, തൻ്റെ ജഡീക സുഖങ്ങൾക്ക് വേണ്ടി ഈ ലോക ഇമ്പങ്ങളിൽ ജീവിച്ച് താൻ ഈ ലോകത്ത് മാറ്റപ്പെട്ടു. അപ്പോൾ ഇവനവിടെ ഇപ്പം എന്ത് ചെയ്യാണ്? വേദന അനുഭവിക്കുക. ഇനി ആ വേദനയ്ക്ക് യാതൊരു കുറവുമില്ല, ആ വേദന ഇനിയും വർദ്ധിക്കാൻ പോവുകയാണ്. അതാണ് നമ്മൾ ഏഴാമതായിട്ട് ദുഷ്ടനോടുള്ള ബന്ധത്തിൽ കാണാൻ കഴിയുന്നത്. ദുഷ്ടൻ ന്യായവിധിക്ക് ശേഷം നിത്യ തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടും. അപ്പോൾ ഈ വേദനയിൽ നിന്നും അതിവേദനയിലേക്ക്, നമ്മൾ സാധാരണ പറയാറില്ലേ, വറച്ചട്ടിയിൽ നിന്നും തീയിലേക്ക് ചാടുന്ന പോലെ, എത്ര ഭയങ്കരമായിരിക്കും. അതാണ് ദുഷ്ടന്മാർക്ക് വരാൻ പോകുന്നത്. നമ്മൾ വെളിപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യം, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ എൻ്റെ പേർ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നത് എത്ര ഭാഗ്യമാണ്. ജീവപുസ്തകത്തിൽ ആരുടെ പേരാ എഴുതുന്നേ? ജീവൻ പ്രാപിച്ചവരുടെ. ജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് പറഞ്ഞല്ലോ, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച എല്ലാവരുടെയും പേർ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അറിയേണ്ടത് എൻ്റെ പേർ ജീവപുസ്തകത്തിൽ ഉണ്ടോ എന്നാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുടെ പേർ ജീവപുസ്തകത്തിലില്ല. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചതാണെങ്കിൽ, പാപക്ഷമ പ്രാപിച്ചവരാണെങ്കിൽ അവരുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഈ നരകശിക്ഷാവിധി ഇല്ല. അതുകൊണ്ട് എന്നാൽ ഇവിടെ ഈ ധനവാനെ സംബന്ധിച്ചിടത്തോളം താൻ അതൊന്നും ഗണ്യമാക്കിയില്ല. കർത്താവ് യഹൂദന്മാരെ ന്യായം വിധിക്കുന്ന ന്യായവിധിയോടുള്ള ബന്ധത്തിൽ അവിടെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി 25-ന്റെ 41-ാം വാക്യം, പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ. ഉണ്ടോ? നിത്യാഗ്നി, കെടാത്ത തീയും ചാകാത്ത പുഴുവും അവിടുത്തെ പ്രത്യേകത. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്തില്ല? അവരവരുടെ കർത്തവ്യം മറന്ന് ജീവിച്ചു. അവർക്ക് ഈ ലോകത്തിൽ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ, അത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ട് പ്രിയമുള്ളവരെ, അതവർ ചെയ്തില്ല. അത് ചെയ്യാതിൻ്റെ ഫലമായിട്ടാണ് ഈ നിത്യാഗ്നിയിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഇന്ന് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അവർ സൽപ്രവർത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടവരാ. ഇന്ന് നമ്മളിൽ നിന്നുണ്ടാകാതെ എഫേസ്യർ 2:10 നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ആ സൽപ്രവർത്തികൾ, അപ്പോൾ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തണം എന്ന് കർത്താവ് മത്തായി 5:16 പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ചില പ്രവൃത്തികൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അത് ചെയ്യണം. നമ്മൾ പ്രവർത്തിച്ച് രക്ഷിക്കപ്പെട്ടവരല്ല, എന്നാൽ പ്രവൃത്തികൾക്കായി രക്ഷിക്കപ്പെട്ടവരാ, സൽപ്രവർത്തികൾക്കായി രക്ഷിക്കപ്പെട്ടവരാ. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മളിൽ ആ പ്രവൃത്തികൾ കാണണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പാപിയുടെ മരണം അതെത്ര വേദനാജനകമായ ഒരു കാര്യമാണ്. എല്ലാവരും മരിക്കും. അതുകൊണ്ട് പാപിയും മരിക്കും, എന്നാൽ അവരതിനെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മളിവിടെ 7 കാര്യങ്ങളാണ് കണ്ടത്. ഒന്ന്, ആ പാപിയുടെ മരണത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. 2, ആ പാപിയുടെ മരണത്തോടുകൂടി അവന്റെ സകല പ്രതീക്ഷകളും ഇല്ലാതാകുന്നു അല്ലെങ്കിൽ നശിക്കുന്നു. 3, അവന്റെ ഓർമ്മ കൂടി, ഒരു പാപിയുടെ ഓർമ്മ കൂടി നശിച്ചു പോകുന്നു. 4, അവൻ
നിത്യശിക്ഷാവിധിക്ക് പാത്രമാകും. നിത്യശിക്ഷാവിധിക്ക് പാത്രമാകും. 5, പാതാളം അവർക്ക് പാർപ്പിടമായിരിക്കും. പാതാളത്തിലേക്ക് അവർ പോവുകയാണ്. 6, അവർ പോകുന്ന സ്ഥലം അവിടെ പാതാളത്തിൽ എന്താണ്? യാതനയാണ്, വേദനയാണ്, ദുഃഖമാണ്. 7, ന്യായവിശേഷം അതിനുശേഷം അവർക്കറിയാം ഈ പാതാളത്തിലുള്ളവരെല്ലാം ഒരിക്കൽ ക്രിസ്തുവിന്റെ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ വരും. അവരെ ന്യായം വിധിക്കും. അവരുടെ പേർ ജീവിതത്തിലില്ല എന്ന് വെളിപ്പെടുത്തിയിട്ട് നിത്യ അഗ്നിയിലേക്ക്, ആ ഭയങ്കരമായിരിക്കുന്ന അഗ്നിയിലേക്ക് അവരെ ഇടും. അതാണ് പാപിക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നീട് അവർക്ക് വിടുതലില്ല. അതിനാണ് രണ്ടാമത്തെ മരണം എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള എന്നേക്കുമായിട്ടുള്ള അകൽച്ച. ഇനി അവർക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയില്ല. എത്ര ഭയങ്കരമായ ഒരു തീരാ നഷ്ടമാണ് പ്രിയമുള്ളവരെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ രക്ഷയെ ഉറപ്പുവരുത്തണം. നിങ്ങൾ ക്രിസ്തുവിലാണെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെയല്ലെങ്കിൽ നമ്മൾ നനയാത്ത നാഴികയിൽ മരണം കടന്നു വരും. മരണാനന്തര ജീവിതത്തിന് വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പിന്നെ കഴിയില്ല. അത് നിത്യമായിരിക്കുന്ന തീപ്പൊയ്യിൽ ചെന്ന് പതിക്കും. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടും നമ്മൾ ഈ കാര്യത്തിൽ നല്ലൊരു തീരുമാനം, നല്ലൊരു നിർണയം പ്രാപിക്കണം. ഞാൻ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടോ? ഞാൻ വീണ്ടും ജനിച്ചോ? ഞാൻ ഇന്ന് ക്രിസ്തുവിലാണോ? ക്രിസ്തുവിനല്ലെങ്കിൽ പ്രിയമുള്ളവരെ, അത് വളരെ വേദനാജനകമായൊരു കാര്യമാണ്, ദുഃഖകരമായൊരു കാര്യമാണ്, ദൈവത്തിന് പോലും സന്തോഷമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് നിത്യതയിൽ ഇനി ലഭിക്കുകയില്ല. അവിടെ പല്ലുകടിയും പിറുപിറുപ്പും കരച്ചിലും അല്ലാണ്ട് മറ്റൊന്നുമില്ല പ്രിയമുള്ളവരെ. ഇതൊരു പോഷ്കല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്, സത്യവചനമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് നിങ്ങൾ അറിയണം, അത് നിങ്ങൾ വിശ്വസിക്കണം. അതുകൊണ്ട് ഈ ചെറിയൊരു ആയുസ് രക്ഷിക്കപ്പെട്ട് ദൈവകരങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ച് ദൈവഹിതത്തിൽ നിന്നുകൊണ്ട് ദൈവാത്മാവിനെ അനുസരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രത്യാശയുള്ളവരായി, ദൈവമുള്ളവരായി, ക്രിസ്തുവിനുള്ളവരായി, ക്രിസ്തുവിനെ ജീവിക്കുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.